പല തവണ ആൾക്കാർ ഡി എമ്മിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്, എങ്ങനെയാണ് ബ്രോ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജി എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. സോ എൻ്റെ ട്രേഡിങ് കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം, ഈ വീഡിയോ ഒരിക്കലും മറ്റുള്ള ഇൻഫ്ലുവൻസസ് പറയണ മാതിരി റിസ്ക് മാനേജ് ചെയ്യണം, ലിവറേജ് കുറക്കണം, ലോസ് നേരത്തെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് അടിച്ചുമ്പോൾ ആ ട്രേഡ് ക്ലോസ് ചെയ്യാവൂ, അങ്ങനത്തെ ഒരു ക്ലീശേ ഡയലോഗുകളിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇമോഷൻസ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇമോഷൻ വരുന്നുണ്ടെന്നുള്ളത്. ഒരു ട്രേഡ് എസ്എൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർട്രേഡ് ചെയ്യാനുള്ള ഒരു ചിന്ത വരും. സോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആക്ട് ചെയ്യാൻ നിൽക്കരുത്, നിങ്ങളുടെ ബ്രെയിനിൽ കയറ്റണം സംഭവം. നിങ്ങൾ ഒരു തവണ അതിനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അത് 10 മടങ്ങ് നിങ്ങളിലോട്ട് വന്ന് ചേരും. അത് നിങ്ങളൊരു 10 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബലം അത്രയും ഇതാവും. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഒരു ദിവസം നിങ്ങൾക്ക് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല, ആ ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ വരും. സോ ഇനി മുതൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു തവണ അതിന് കട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 20 ദിവസം നിങ്ങൾ കട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. അത് പറഞ്ഞല്ലേ, ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. ഡെയിലി നിങ്ങൾ ചെയ്ത് അത് മാസ്റ്റർ ചെയ്ത് എടുത്തു വരണം. ഒറ്റയടിക്ക് ഒരാൾക്ക് ഇമോഷൻസ് ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയൂല. ഒരിക്കലും ട്രേഡിങ്ങിൽ നിന്ന് ഇമോഷൻസ് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അത് വരും, പക്ഷെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് നിങ്ങൾ കൈവരിക്കേണ്ടത്. സോ ഇങ്ങനെ എനിക്ക് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമോഷൻസ് വരുമ്പോൾ ഞാൻ തിങ്ക് ചെയ്യും, ഇതിനിപ്പോൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇത് ഡബിളായിട്ട് എൻ്റെ അടുത്തേക്ക് വരും. സോ ഇപ്പം ഞാനിത് ഒഴിവാക്കി കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ പവർ ഒന്നും, അപ്പോൾ എനിക്ക് ഒന്നുകൂടി കാമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു തോട്ട് എപ്പോഴും നിങ്ങൾ ഡെസ്കിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ മുന്നിൽ വേണം. പിന്നെ എക്സ്റ്റേണൽ ഫൈറ്റ് കുറേ നിങ്ങൾ സ്ട്രാറ്റജി സെറ്റാണ്. ബട്ട് എൻ്റെ ഒരു ഇതിലൊരു ടേണിങ് പോയിൻ്റ് ആയിട്ടുള്ള വന്നൊരു തോട്ടാണിത്. ഒരിക്കലും ആ ഒരു ഇമോഷനെ ആക്ട് ചെയ്യാൻ നിൽക്കരുത്. ഒരു വട്ടം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10x സ്ട്രോങ്ങർ ആയിട്ടേക്കാണ് നെക്സ്റ്റ് ടൈം വരിക. സോ കീപ്പ് ഇൻ മൈൻഡ്.